ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷം? ആർ യു ഫൈൻ? ഐ ഹോപ്പ് യു ഓൾ ആർ ഫൈൻ ആൻഡ് ഇൻ ഗുഡ് സിറ്റുവേഷൻ. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ, the worry. That chapter passed. We have taken that chapter, isn't it? Already we studied some of the important usages of this chapter, isn't it? Then let's move to the next chapter, proclamation. A proclamation. ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു വിദ്യാധര എന്ന രാജാവ് ഗന്ധാര എന്ന പ്രദേശത്തെ രാജാവായിരുന്നു അല്ലേ. ബുദ്ധിമാനും നീതിമാനുമായിരുന്ന ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിന് പൂന്തോട്ടവും അതുപോലെ തന്നെ ചെടികൾ, സസ്യങ്ങൾ ഇതൊക്കെ വളർത്താൻ വളരെ താല്പര്യമുള്ള, ഹി വാസ് ഫോണ്ട് ഓഫ് ഗാർഡനിങ് നമ്മൾ പഠിച്ചു. ഫോണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ വളരെ താല്പര്യമുള്ള, ആ പ്രയോഗം നമ്മൾ പഠിച്ചല്ലേ. ഐ ആം ഫോണ്ട് ഓഫ് റീഡിങ്, എനിക്ക് വായന വളരെ താല്പര്യമുള്ള ആളാണ്. ഐ ആം ഫോണ്ട് ഓഫ് ഹെൽപ്പിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കാൻ വളരെ താല്പര്യമുള്ള ആളാണ് ഞാൻ. വി ആർ ഫോണ്ട് ഓഫ് പ്ലേയിങ്, നമ്മൾ കളിക്കാൻ വളരെ താല്പര്യമുള്ള ആളുകളാണ്. ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ നമ്മൾ ഓരോരുത്തരും പഠിച്ച് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അങ്ങനെ അദ്ദേഹം നല്ല താല്പര്യമുള്ള ഒരാളാണ് അല്ലേ. കൃഷിയോടും അതുപോലെ തന്നെ ചെടികളെയൊക്കെ വളർത്താൻ നല്ല താല്പര്യമുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ജനങ്ങളൊക്കെ വളരെ സന്തോഷം നിറഞ്ഞവരായിരുന്നു. കാരണം ഈ രാജാവിന് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. രാജാവ് വയസ്സാകും തോറും എല്ലാവർക്കും ഭയങ്കര വെറിയായി, പ്രശ്നം, വളരെ അസ്വസ്ഥരായിരുന്നു. ആര് അടുത്ത രാജാവാകുമെന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ രാജാവ് ഇനി ഉപയോഗിക്കാൻ പോകുന്ന ബുദ്ധിമാനും നീതിമാനുമാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലേ. ആ ബുദ്ധിമാനായ രാജാവ് ഇനി സ്വീകരിക്കാൻ പോകുന്ന നടപടികളെക്കുറിച്ചാണ് നമുക്കിനി അടുത്ത ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എ പ്രൊക്ലമേഷൻ. പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രാജകീയ വിജ്ഞാപനം, ഓർഡറാണ് അല്ലേ. എ പ്രൊക്ലമേഷൻ, രാജാവ് ഒരു ഓർഡർ പുറത്തിറക്കുകയാണ്. എന്താണ് ഓർഡർ? എ പ്രൊക്ലമേഷൻ. പ്രൊക്ലമേഷൻ ഓക്കെ. എന്തിനാണ്? ടു ഫൈൻഡ് എ സക്സസർ, തൻ്റെ പിൻഗാമിയെ കണ്ടെത്താൻ. ഫൈൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക. ടു ഫൈൻഡ് കണ്ടെത്താൻ അല്ലേ. ടു പ്ലേ കളിക്കാൻ. ടു സീ കാണാൻ. ടു റീഡ് വായിക്കാൻ. ടു ജമ്പ് ചാടാൻ. ഓക്കെ, അപ്പോൾ ടു എന്ന് പറയുമ്പോൾ ആൻ എന്നുള്ളൊരു അർത്ഥം വരും അല്ലേ. ടു ഫൈൻഡ് കണ്ടെത്താൻ. എ സക്സസർ ഒരു പിൻഗാമിയെ കണ്ടെത്താൻ. എ ഫോളോവർ ഒരു പിൻഗാമിയെ കണ്ടെത്താൻ. ദ കിങ് രാജാവ് തോട്ട് ഓഫ് എൻ ഐഡിയ ഒരു ഐഡിയ ചിന്തിച്ചു. രാജാവിനൊരു ഐഡിയ തോന്നി. ദ കിങ് തോട്ട് ഓഫ് എൻ ഐഡിയ, രാജാവിനൊരു ഐഡിയ തോന്നി. ഹി ഡിസൈഡഡ് അദ്ദേഹം തീരുമാനിച്ചു. ഡിസിഷൻ എന്നൊക്കെ കേട്ടില്ല എല്ലാവരും? തീരുമാനത്തിനാണ് ഡിസിഷൻ എന്ന് പറയാം. ഹി ഡിസൈഡഡ് അദ്ദേഹം തീരുമാനിച്ചു. ഐ വിൽ ഡിസ്ട്രിബ്യൂട്ട് ഞാൻ വിതരണം ചെയ്യും. സം സീഡ്സ് കുറച്ച് വിത്തുകൾ. ടു ഓൾ ദ ചിൽഡ്രൻ ഇൻ ദ കൺട്രി. ടു ഓൾ ദ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും. ഇൻ ദ കൺട്രി രാജ്യത്തുള്ള മുഴുവൻ കുട്ടികൾക്കും കുറച്ച് വിത്തുകൾ വിതരണം ചെയ്യും. ദ ചൈൽഡ് ഹൂ ഗ്രോസ് ദ ബിഗ്ഗസ്റ്റ്, ആ വിത്തുകളെ ഏറ്റവും നന്നായിട്ട് ഏറ്റവും വലുതാക്കി വളർത്തുന്ന കുട്ടി. ഹെൽത്തിയസ്റ്റ് പ്ലാന്റ്, ഏറ്റവും നല്ല ഒരു ചെടിയായി വളർത്തിയ കുട്ടി. വിൽ ബിക്കം ആയിത്തീരും. ദ പ്രിൻസ് ഓഫ് അല്ലെങ്കിൽ ഓർ ദ പ്രിൻസസ്, ഈ രാജ്യത്തിൻ്റെ രാജാവോ രാജകുമാരനോ അല്ലെങ്കിൽ രാജകുമാരിയോ ആയിത്തീരും എന്നാണ് രാജാവിൻ്റെ തീരുമാനം. ദേ ക്യാൻ ടേക്ക് 3 months ഫോർ ഇറ്റ്, അതിന് വേണ്ടിയിട്ട് 3 മാസം വരെ അവർക്ക് എടുക്കാം എന്നായിരുന്നു രാജാവിൻ്റെ തീരുമാനം. ദ കിങ് ഓർഡേർഡ് രാജാവ് ഉത്തരവിട്ടു. ഹിസ് മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ മന്ത്രിയോട്. ടു ഗിവ് എ പ്രൊക്ലമേഷൻ ഒരു രാജകീയ വിളംബരം നടത്താൻ വേണ്ടിയിട്ട് രാജാവ് ഉത്തരവിട്ടു. ഇപ്പം എന്തായിരുന്നു? ടു ഫൈൻഡ് എ സക്സസർ ഒരു പിൻഗാമിയെ കണ്ടെത്താൻ രാജാവ്. ദ കിങ് തോട്ട് ഓഫ് എൻ ഐഡിയ രാജാവ് ഒരു ഐഡിയ ചിന്തിച്ചു. ഹി ഡിസൈഡഡ് അദ്ദേഹം തീരുമാനിച്ചു. ഐ വിൽ ഡിസ്ട്രിബ്യൂട്ട് സം സീഡ്സ് ടു ഓൾ ദി ചിൽഡ്രൻ ഇൻ ദ കൺട്രി രാജ്യത്തെ മുഴുവൻ കുട്ടികൾക്കും കുറച്ച് വിത്തുകൾ വിതരണം ചെയ്യും. ദ ചൈൽഡ് ഹൂ ഗ്രോസ് ദ ബിഗ്ഗസ്റ്റ്
ഏറ്റവും നന്നായിട്ട് നല്ല ആരോഗ്യത്തിലുള്ള ഒരു ചെടിയെ വളർത്തുന്ന കുട്ടി വിൽ ബിക്കം ദ പ്രിൻസ് ഓർ ദ പ്രിൻസസ്, രാജകുമാരനോ രാജകുമാരിയോ ആയിത്തീരും. ദ കെൻ ടേക്ക് 3 months ഫോർ ഇറ്റ്. ഇതിന് വേണ്ടിയിട്ട് 3 മാസം വരെ അവർക്കെടുക്കാം. ദ കിങ് ഓർഡേഡ് ഹിസ് മിനിസ്റ്റർ ടു ഗിവ് എ പ്രൊക്ലമേഷൻ. ഒരു രാജകീയ വിളംബരം നടത്താൻ രാജാവ് മന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഓർഡേഡ് പറഞ്ഞാൽ ഉത്തരവിറക്കി, ആജ്ഞാപിച്ചു അല്ലേ. ഈ പാഠം ഇത്രയേ ഉള്ളൂ. വൈ ഡിഡ് ദ കിങ് ചൂസ് സച്ച് എ ടെസ്റ്റ് ടു ഫൈൻഡ് ഹിസ് സക്സസർ? എന്തുകൊണ്ടായിരിക്കാം രാജാവ്, വൈ ഡിഡ് ദ കിങ് എന്തുകൊണ്ട് രാജാവ് ചൂസ് തിരഞ്ഞെടുത്തു, സച്ച് എ ടെസ്റ്റ് ഇത്തരം ഒരു പരീക്ഷണം, ടു ഫൈൻഡ് ഹിസ് സക്സസർ തൻ്റെ പിൻഗാമിയെ കണ്ടെത്താൻ? എന്തുകൊണ്ടായിരിക്കും ഇത്ര ഒരു പരീക്ഷണം തിരഞ്ഞെടുത്തത്? അദ്ദേഹത്തിന് മക്കളൊന്നുമില്ല അല്ലേ. ദ കിങ് ഡസൻ ഹാവ് എ ചൈൽഡ്, ദാറ്റ്സ് വൈ he took such a wise decision to choose his successor. അദ്ദേഹത്തിന് മക്കളൊന്നുമില്ല, രാജ്യം നല്ല രീതിയിൽ പോകണം അല്ലേ. For a smooth governing and ruling of the country, he decided to choose a wise person as a prince or princess. ബുദ്ധിമാനായിട്ടുള്ള ഒരാളെ രാജ്യത്തിന് ആവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ബുദ്ധിപരമായ ഒരു പരീക്ഷണത്തിന് രാജാവ് മുതിർന്നത്. അടുത്ത മൂന്നാമത്തെ പാഠം, യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമാണ് അല്ലേ. സീഡ് ഓഫ് ഹോപ്പ്, പ്രതീക്ഷയുടെ വിത്തുകൾ വിതരണം ചെയ്തു അല്ലേ. പ്രതീക്ഷയുടെ വിത്താണ് ഇനി അടുത്ത പാഠം. ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ, സീഡ് എന്ന് പറഞ്ഞാൽ വിത്ത്. സീഡ് ഓഫ് ഹോപ്പ്, പ്രതീക്ഷയുടെ വിത്ത്. ഓഫിൻ്റെ അർത്ഥം അറിയില്ലേ, ഡേ എന്നർത്ഥം അല്ലേ. സീഡ് ഓഫ് ഹോപ്പ്, പ്രതീക്ഷയുടെ വിത്ത്. ഈ ചിത്രം കണ്ടില്ല എല്ലാവരും? അങ്ങനെ എല്ലാ കുട്ടികളും, രാജ്യത്തിലെ എല്ലാ കുട്ടികളും ചെടി മുളപ്പിച്ച് രാജാവിനെ കാണിക്കാൻ കൊണ്ടുവന്ന ഒരു ചിത്രമാണ് ഇതല്ലേ. രാജാവിൻ്റെ കുട്ടികളുണ്ട്, നമുക്ക് വായിച്ച് നോക്കാം. അങ്ങനെ രാജാവ് ചെടികളൊക്കെ വിതരണം ചെയ്തു. ദ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം, എ ലോങ് ലൈൻ ഓഫ് ആങ്ഷ്യസ് പാരൻസ് ആൻഡ് ചിൽഡ്രൻ ഫ്രോം ഔട്ട്സൈഡ് ദ പാലസ്. എ ലോങ് ലൈൻ, ഒരു നീണ്ട നിര, ഓഫ് ആങ്ഷ്യസ് പാരൻസ്, ഉത്കണ്ഠരായ രക്ഷിതാക്കളുടെ ഒരു നീണ്ട നിര, ആൻഡ് ചിൽഡ്രൻ, ഉത്കണ്ഠരായ രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ഒരു നീണ്ട നിര, ഫോം, രൂപപ്പെട്ടു, ഔട്ട്സൈഡ് ദ പാലസ്, കൊട്ടാരത്തിന് പുറത്ത്. പാലസ് എന്ന് പറഞ്ഞാൽ കൊട്ടാരം, ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ പുറത്ത്, ഫോം എന്ന് പറഞ്ഞാൽ രൂപപ്പെട്ടു. ഓക്കെ. Everyone was eager to get a seed and grow the best plant. Everyone, എല്ലാവരും, was eager, തൽപരരായിരുന്നു. ഈഗർ തൽപരരായിരുന്നു, താല്പര്യമുള്ള ആളുകളായിരുന്നു അല്ലേ. ടു ഗെറ്റ് എ സീഡ്, ഒരു വിത്ത് കിട്ടാൻ, ആൻഡ് ഗ്രൗ, മുളപ്പിക്കാൻ, ദ ബെസ്റ്റ് പ്ലാന്റ്, നല്ല ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ചെടിയായിട്ട് മുളപ്പിക്കാനും വിത്ത് കിട്ടാനും എല്ലാവർക്കും താല്പര്യമുണ്ടായിരുന്നു. ഈഗർ എന്ന പ്രയോഗം മനസ്സിലാക്കണം കേട്ടോ. എവരി വൺ വാസ് ഈഗർ ടു ഗെറ്റ് അല്ലേ. ഒരു ഉദാഹരണം പറയാം. ഐ ആം ഈഗർ ടു ഗോ ടു പ്ലേ, ഞാൻ കളിക്കാൻ പോകാൻ ഭയങ്കര താല്പര്യമുള്ള ആളായിരുന്നു അല്ലേ. രാജു ഈസ് ഈഗർ, രാജുവിന് നല്ല താല്പര്യമാണ് എന്തിന്? ടു ഈറ്റ് ഫുഡ്, ടു ഈറ്റ് ബിരിയാണി കഴിക്കാൻ. ഈഗർ എന്നുള്ള അർത്ഥം അല്ലേ, താല്പര്യം. പിങ്കല, എല്ലാവരും വളരെ താല്പര്യത്തോടു കൂടെ രാജാവിൻ്റെ അടുത്ത് ഈ വിത്ത് സ്വീകരിക്കാനും അതിനെ മുളപ്പിക്കാനുമുള്ള പദ്ധതിയുമായിട്ട് വന്നു. പിങ്കല എന്ന് പറയുന്ന ഒരു കുട്ടി അല്ലേ. പിങ്കള ആരാണ്? എ പുവർ ഫാമേഴ്സ് സൺ, ഒരു പാവപ്പെട്ട കർഷകൻ്റെ മകനാണ് അല്ലേ. എ പുവർ ഫാമേഴ്സ് സൺ, പാവപ്പെട്ട കർഷകൻ്റെ മകനായ പിങ്കല. വാസ് വൺ എമംഗ് ദീസ് ചിൽഡ്രൻ, ഈ കുട്ടികളുടെ ഇടയിൽ ഒരാളായിരുന്നു. വാസ് ആയിരുന്നു, വൺ ഒരാളായിരുന്നു. എമംഗ് ദീസ് ചിൽഡ്രൻ, ഈ കുട്ടികളുടെ ഇടയിൽ ഒരാളായിരുന്നു. ഹി ടു അവനും, ടു എന്ന് പറയുമ്പോൾ നും എന്നുള്ള അർത്ഥം. ഹി ടു അവനും ഗോട്ട് എ സീഡ്, ഒരു വിത്ത് കിട്ടി. ഫ്രം ദ കിങ്, രാജാവിൽ നിന്ന്. ആൻഡ് സൗഡ് ഇറ്റ്, അതിനെ വിതറി. വിത്ത് പാകല്ലേ, അതിനെ പാകി. ഇൻ എ പോട്ട്, ഒരു മൺചട്ടിയിൽ, ഒരു ചട്ടിയിൽ അതിനെ പാകി അല്ലെങ്കിൽ ഇട്ടു. ഇൻ ഹിസ് ഗാർഡൻ, തൻ്റെ പൂന്തോട്ടത്തിലുള്ള. ഹീ ടുക്ക്, അദ്ദേഹം എടുത്തു. ഗ്രേറ്റ് കെയർ ഓഫ് ദ സീഡ്, ഈ വിത്തിനെ നന്നായിട്ട്. ടു കെയർ എന്ന് പറഞ്ഞാൽ സംരക്ഷണം ഏറ്റെടുത്തു അല്ലേ.
നന്നായി നോക്കി. ഹി ടുക്ക് ഗ്രേറ്റ് കെയർ, നന്നായിട്ട് വലിയ ശ്രദ്ധ തന്നെ ആ വിത്തിനെ അദ്ദേഹം നോക്കി, ശ്രദ്ധയോടുകൂടെ നോക്കി. ഹൗ മെനി ഡേയ്സ് വിൽ ഇറ്റ് ടേക്ക് ഫോർ എ സീഡ് ടു സ്പ്രൗട്ട്? എത്ര ദിവസം വേണം ഒരു വിത്തിന് മുളക്കാൻ? ഹൗ മെനി ഡേയ്സ് വിൽ ഇറ്റ് ടേക്ക് ഫോർ എ സീഡ് ടു സ്പ്രൗട്ട്? ഒരു വിത്ത് പുറത്തു വരാൻ ഹൗ മെനി ഡേയ്സ്, എത്ര ദിവസം വേണം? വിൽ ഇറ്റ് ടേക്ക്, എടുക്കും. ഹൗ മെനി ഡേയ്സ് വിൽ ഇറ്റ് ടേക്ക്, എടുക്കും ഫോർ എ സീഡ്, ഒരു വിത്ത് ടു സ്പ്രൗട്ട്, പുറത്ത് മുളച്ചു വരാൻ. വാട്ട് കെയർ വിൽ യു ഗിവ് ടു ഗ്രോ എ സീഡ് ഇൻ ടു എ പ്ലാന്റ്? എന്തൊക്കെ ശ്രദ്ധയാണ് നിങ്ങൾ ഒരു വിത്തിനെ വിത്ത് ഒരു ചെടിയായിട്ട് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ശ്രദ്ധയാണ് നിങ്ങൾ എടുക്കുക? വാട്ട് കെയർ, എന്ത് ശ്രദ്ധയാണ് വിൽ യു ഗിവ്, നിങ്ങൾ നൽകുക, ടു ഗ്രൗ, മുളപ്പിക്കാൻ, എ സീഡ്, ഒരു വിത്തിനെ, ഇൻ ടു എ പ്ലാന്റ്, ഒരു ചെടിയായി മുളപ്പിക്കാൻ എന്ത് ശ്രദ്ധയാണ് നിങ്ങൾ നൽകാറുള്ളത്? അതിന് ഉത്തരം കണ്ടെത്തണം. ഓക്കെ, അത് വീട്ടിൽ നമ്മളൊരു വിത്ത് മുളപ്പിച്ച് നോക്കി നോക്കാം. അടുത്ത പാഠം ദ ഡിസപ്പോയിൻമെൻറ്റ്, നിരാശ. ഡിസപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നിരാശ. വാട്ട് വാസ് ദ റിസൾട്ട് ഓഫ് ഓൾ ദീസ് ചിൽഡ്രൻ ആൻഡ് പാരൻസ്? ഈ കുട്ടികളുടെയും ഈ രക്ഷിതാക്കളുടെയും ഒക്കെ റിസൾട്ട് എന്തായിരുന്നു? Disappointment, because one reason happened there that I will mention in the upcoming chapter. The disappointment, നിരാശയാണ് അല്ലേ? പിങ്കള ഇരിക്കുകയാണ്. പിങ്കള watered and manured the seed. Manured the seed. പിങ്കള എന്ന ആ പാവപ്പെട്ട കർഷകൻ്റെ മോൻ watered, വെള്ളമൊഴിച്ച് നനച്ചു. ആൻഡ് manured the seed, ഈ വിത്തിൻ്റെ വളവുമൊക്കെ നൽകി സംരക്ഷിച്ചു. ബട്ട് ദ സീഡ് ഡിഡ് നോട്ട് സ്പ്രൗട്ട്, പക്ഷേ ഈ വിത്ത് മുളച്ചില്ല. പിങ്കള ചേഞ്ച് ദ സോയിൽ, പിങ്കള മണ്ണ് മാറ്റി. ആൻഡ് ട്രാൻസ്ഫേർഡ് ദ സീഡ് ടു അനദർ പോട്ട്, മണ്ണ് മാറ്റി ആ വിത്തിനെ വേറൊരു ചെടിയിലേക്ക് ട്രാൻസ്ഫർ ആക്കി മാറ്റി അല്ലേ? ട്രാൻസ്ഫേർഡ് ദ സീഡ് ടു അനദർ പോട്ട്, മറ്റൊരു ചെടിയിലേക്ക് മാറ്റി. വീക്സ് ആൻഡ് മന്ത്സ് പാസ്ഡ്, ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. വൺ ഡേ, ഒരു ദിവസം, പിങ്കള, ഈ പിങ്കള എന്ന് പറയുന്ന പാവപ്പെട്ട കർഷകൻ്റെ കുട്ടി വെൻ നിയർ ദ പോട്ട്, ഈ ചട്ടിയുടെ അടുത്തേക്ക് ചെന്നു. ഹി നെൽറ്റ് ബിഫോർ ഇറ്റ്, അതിൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. ഡിയർ സീഡ്, പ്രിയപ്പെട്ട വിത്തേ, 3 months ഹാവ് പാസ്ഡ്, 3 മാസങ്ങൾ കടന്നുപോയി. ഐ വാണ്ട് ടു ടേക്ക് യു ടു ദ പാലസ്, ഞാൻ നിന്നെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. പ്ലീസ് സ്പ്രൗട്ട് ഔട്ട് ബൈ ടുമോറോ, നാളെയാണ് കൊണ്ടുപോകുന്ന ദിവസം, നാളെയെങ്കിലും നീ മുളക്കൂ. സ്പ്രൗട്ട് ഔട്ട് ബൈ ടുമോറോ, നാളെയെങ്കിലും പുറത്തു വാ. ബട്ട് നത്തിങ് ഹാപ്പൻ, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ബട്ട് നത്തിങ് ഹാപ്പൻ, ഒന്നും സംഭവിച്ചില്ല. ദ നെക്സ്റ്റ് ഡേ, തൊട്ടടുത്ത ദിവസം, ഹി സോ ചിൽഡ്രൻ വാക്ക് ഇൻ ടു ദ പാലസ്, പിങ്കള കണ്ടു, ചിൽഡ്രൻ, കുട്ടികളെ കണ്ടു. വാക്ക് ഇൻ ടു ദ പാലസ്, കൊട്ടാരത്തിലേക്ക് നടന്നു പോകുന്ന കുട്ടികളെ കണ്ടു. ഡ്രസ് ഇൻ ദ ബെസ്റ്റ് ക്ലോത്ത്സ്, എങ്ങനെയാണ് ആ കുട്ടികൾ? നല്ല അടിപൊളി വസ്ത്രമൊക്കെ ധരിച്ച കുട്ടികളായിരുന്നു അല്ലേ? ദേ ഓൾ ഹെൽഡ് വെൽ ഗ്രോൺ പ്ലാന്റ്സ്, അവരുടെ എല്ലാവരുടെയും കൈകളിൽ എന്തുണ്ടായിരുന്നു? വെൽ ഗ്രൗൺ പ്ലാന്റ്സ്, നന്നായിട്ട് വളർന്ന് പന്തലിച്ച ചെടികളും ഉണ്ടായിരുന്നു. ബട്ട് പിങ്കള സ്റ്റുഡ് വാച്ചിങ് ദം സാഡ്ലി, പിങ്കളക്ക് എന്ത് പറ്റി? സ്റ്റുഡ്, ബട്ട് പിങ്കള സ്റ്റുഡ്, പിങ്കള നിന്നു. വാച്ചിങ് ദം സാഡ്ലി, ഇവരെയൊക്കെ ദുഃഖത്തോടു കൂടെ നിരീക്ഷിച്ച് നിന്നു. കാരണം പിങ്കളയുടെ സീഡ് മുളച്ചില്ല. ബാക്കിയുള്ള കുട്ടികളൊക്കെ കൊട്ടാരത്തിലേക്ക് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് അടിപൊളിയായിട്ട് വലിയ ചെടിയുമായിട്ടാണ് പോകുന്നത്. ഇതും കണ്ട് പിങ്കള സങ്കടത്തോടു കൂടെ നിന്നു. വിൽ പിങ്കള ഗോ ടു ദ പാലസ്, ചോദ്യമാണ്. വിൽ പിങ്കള പോകുമോ ടു ദ പാലസ്, കൊട്ടാരത്തിലേക്ക്? വാട്ട് വിൽ ബി ഹിസ് തോട്ട്സ്, എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ചിന്തകൾ? ആ പാഠം കഴിഞ്ഞു അല്ലേ? ടു ദ പാലസ്, കൊട്ടാരത്തിലേക്ക്. ഇനി കൊട്ടാരത്തിലേക്ക് പോകുകയാണ് എല്ലാവരും, പ്ലാൻ പോട്ടുമായിട്ടല്ലേ, ചെടിച്ചട്ടികളുമായിട്ട്. പിങ്കളാസ് ഫാദർ, പിങ്കളയുടെ പിതാവ്, ഹാഡ് ഒബ്സേർവ് ഹിസ് സൺ, നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഹിസ് സൺ, തൻ്റെ മോനെ. വർക്കിംഗ് ഹാർഡ് ടു മേക്ക് ദ സീഡ് സ്പ്രൗട്ട്, അല്ലേ? എന്തായിരുന്നു നിരീക്ഷിച്ചത്? തൻ്റെ മകനെ നിരീക്ഷിച്ചു. എങ്ങനെ? വർക്കിംഗ് ഹാർഡ്, മകൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിരുന്നു അല്ലേ? ടു മേക്ക് ദ സീഡ് സ്പ്രൗട്ട്, ഈ വിത്തിനെ മുളപ്പിക്കാൻ. ഹി ഫെൽ സോറി ഫോർ പിങ്കള, അച്ഛനെ പിങ്കളയോട് ദയ തോന്നി.
Why don't you go to the king with the empty pot? He asked. പിതാവ് ചോദിച്ചു, എന്തുകൊണ്ട്? വൈ ഡോണ്ട് യു ഗോ, എന്തുകൊണ്ട് നീ പോകുന്നില്ല? ടു ദ കിങ്, രാജാവിൻ്റെ അടുത്തേക്ക്. വിത്ത് ദ എംപ്റ്റി പോട്ട്, ഈ കാലി പാത്രവുമായിട്ട്, ഈ കാലി ചട്ടിയുമായിട്ട്. പിതാവ് ചോദിച്ചു. അറ്റ്ലീസ്റ്റ്, കേവലം ഹി വിൽ നോ, അവൻ അറിയാം. യു ട്രൈഡ് യുവർ ബെസ്റ്റ്, നീ നിൻ്റെ പരമാവധി ശ്രമിച്ചു. So Pingala too put on his best clothes and started off to the palace. അതുകൊണ്ട് തന്നെ പിംഗള നല്ല വസ്ത്രം ധരിച്ച്, പുട്ടോൺ എന്ന് പറഞ്ഞാൽ ധരിക്കുക. പിംഗളയും പുട്ടോൺ ധരിച്ചു, ഹിസ് ബെസ്റ്റ് ക്ലോത്ത്, തൻ്റെ നല്ല വസ്ത്രം, ആൻഡ് സ്റ്റാർട്ടഡ് ഓഫ് ടു ദ പാലസ്, പാലസിലേക്ക് നടന്നു നീങ്ങി. ഹി ജോയിൻ ദ അതേഴ്സ്, മറ്റുള്ളവരുമായിട്ട് ചേർന്നു. ഔട്ട്സൈഡ് ദ പാലസ്, രാജകൊട്ടാരത്തിന് പുറത്തുള്ള മറ്റുള്ള ആളുകളുമായിട്ട് അദ്ദേഹം ചേർന്നു. ഹോൾഡിങ് ദ എംപ്റ്റി പോട്ട് ഇൻ ഹിസ് ഹാൻഡ്, തൻ്റെ കയ്യിൽ പിടിച്ച ആ കാലി ചട്ടിയുമായിട്ട്. ദ അതർ ചിൽഡ്രൻ ലോഫ് അറ്റ് ഹിം, മറ്റുള്ള കുട്ടികളൊക്കെ പിംഗലയെ കളിയാക്കി. ലോഫ് അറ്റ് കളിയാക്കല്ലേ. ബട്ട് പിംഗല ഇഗ്നോർ ദം, പിംഗല അവരെയൊക്കെ അവഗണിച്ചു. വാട്ട് ഡിഡ് പിംഗലാസ് ഫാദർ സജസ്റ്റ് ടു ഹിം, എന്താണ് പിംഗലയുടെ അച്ഛൻ നിർദ്ദേശിച്ചത്? വൈ ഡിഡ് ദ അതർ ചിൽഡ്രൻ ലോഫ് അറ്റ് ഹിം, എന്തുകൊണ്ട് ബാക്കിയുള്ള കുട്ടികളൊക്കെ അദ്ദേഹത്തെ കളിയാക്കി പിംഗളയെ? വിൽ ഹി ഗോ ബാക്ക് ഹോം ഡിസപ്പോയിൻറ്റഡ്, നിരാശനായിട്ട് പിംഗള വീട്ടിലേക്ക് മടങ്ങിപ്പോകുമോ? വിൽ ഹി ഗോ ബാക്ക് ഹോം, വീട്ടിലേക്ക് മടങ്ങിപ്പോകുമോ? ഡിസപ്പോയിൻറ്റഡ്, നിരാശനായിട്ട്. അടുത്ത പാഠം, ലവ്ലി ഫ്ലവേഴ്സ്, ഭംഗിയുള്ള പൂക്കൾ. ദ കിങ് അറൈവ് ആൻഡ് ലുക്ക് അറ്റ് ദ പ്ലാന്റ്സ്, രാജാവ് എത്തി. എല്ലാവരും വരിയായിട്ട് നിൽക്കുകയാണല്ലേ. രാജാവ് എത്തി. ആൻഡ് ലുക്ക് അറ്റ് ദ പ്ലാന്റ്സ്, ചെടികളെ നോക്കി. ചിൽഡ്രൻ ഗാതേർഡ് ഇൻ ദ കോർട്ട് യാർഡ് ഓഫ് ദ പാലസ് വിത്ത് ദ ഫ്ലവറി പോട്ട്സ്, റെഡ്, ബ്ലൂ, യെല്ലോ. ദ കോർട്ട് യാർഡ് ഹാഡ് ടേൺ ഇൻ ടു എ ബൊക്കറ്റ്. ദ കിങ് അറൈവ് ആൻഡ് ലുക്ക് അറ്റ് ദ പ്ലാന്റ്സ്, ചെടികളെ രാജാവ് വന്ന് നോക്കി. ചിൽഡ്രൻ ഗാതേർഡ്, കുട്ടികൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഇൻ ദ കോർട്ട് യാർഡ് ഓഫ് ദ പാലസ്, കൊട്ടാരത്തിൻ്റെ മുറ്റത്ത്. വിത്ത് ദ ഫ്ലവറി പോട്ട്സ്, പൂക്കളുള്ള ചെടിച്ചട്ടികളുമായിട്ട്. റെഡ്, ചുവപ്പ്, നീല, മഞ്ഞ. ദ കോർട്ട് യാർഡ് ഹാഡ് ടേർഡ് ഇൻ ടു എ ബൊക്കറ്റ്, മൊത്തത്തിൽ ഈ മുറ്റം, രാജകൊട്ടാരത്തിൻ്റെ മുറ്റം ഒരു ബൊക്ക പോലെ ആയി തിരിഞ്ഞിരിക്കുന്നു. എല്ലാവരുടെ കയ്യിലും നിറയെ വർണ്ണശബളമായ പൂക്കളുമായിട്ടാണ് എല്ലാവരും എത്തിയിട്ടുള്ളത് അല്ലേ. ദ കിങ് ലുക്ക് അറ്റ് ദ ചിൽഡ്രൻ, രാജാവ് കുട്ടികളെ നോക്കി. ദ ഫേസസ് വെർ ഷൈനിങ് വിത്ത് ഹോപ്പ്, അവരുടെ മുഖം പ്രതീക്ഷയുമായിട്ട് തിളങ്ങുകയാണ്. പ്രതീക്ഷയുടെ തിളക്കം അവരുടെ മുഖത്തുണ്ടായിരുന്നു. ദ കിങ് സൈഡ്, ദ കിങ് നിശ്വാസമിട്ടു. സൈഡ് എന്ന് പറഞ്ഞാൽ നിശ്വാസമിടാം, കൂട്ടുവായിടില്ലേ ഇതൊക്കെ പറയാം. ഹി വാസ് നോട്ട് അറ്റ് ഓൾ ഹാപ്പി, അദ്ദേഹം സന്തുഷ്ടനായിരുന്നില്ല. വൈ വാസ് ദ കിങ് അൺഹാപ്പി, എന്തുകൊണ്ടായിരുന്നു രാജാവ് അസന്തുഷ്ടനായത്? വാട്ട് ഡിഡ് ഹി എക്സ്പെക്ട് ഫ്രം ദ ചിൽഡ്രൻ, എന്തായിരുന്നു കുട്ടികളിൽ നിന്നും രാജാവ് പ്രതീക്ഷിച്ചത്? എംപ്റ്റി പോട്ട്. അടുത്ത പാഠം കാലിയായ ചട്ടി, കാലിച്ചട്ടി, എംപ്റ്റി പോട്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദ ലൈൻ, വരിയുടെ അവസാന ഭാഗത്ത്. സ്റ്റുഡ് പിംഗല നിന്നു അല്ലേ. when the king reached him, രാജാവ് തൻ്റെ അടുത്തെത്തിയപ്പോൾ he stopped, അദ്ദേഹം നിന്നു. രാജാവ് തൻ്റെ അടുത്തെത്തിയപ്പോൾ when the king reached him, he stopped, രാജാവ് നിന്നു. why did you come with an empty pot, my child? why did you come, എന്തിനാ വന്നത്? with an empty pot, ഈ കാലി ചട്ടിയുമായിട്ട്. കുട്ടിയെ, എന്തിനാ നീ വന്നത്? did your seed not grow into a plant, നിൻ്റെ വിത്ത് ഇതുവരെ ഒരു ചെടിയായി മുളച്ചില്ലേ? ഡിഡ് യുവർ സീഡ് നോട്ട് ഗ്രോ ഇൻ ടു എ പ്ലാന്റ്, നിൻ്റെ വിത്ത് മുളച്ചില്ലേ? രാജാവ് ചോദിച്ചല്ലേ. വിൽ ദ കിങ് ബി ആംഗ്രി വിത്ത് പിംഗല, രാജാവ് പിംഗളയോട് ദേഷ്യപ്പെടുമോ? എ സ്മൈൽ, ഒരു പുഞ്ചിരി. അടുത്ത പാഠം. പിംഗല ഹെൽഡ് ഹിസ് ഹെഡ് ഡൗൺ ആൻഡ് സെറ്റ്, പിംഗല പറഞ്ഞു അല്ലേ. പിംഗല ഹെൽഡ് ഹിസ് ഹെഡ് ഡൗൺ, പിംഗല തൻ്റെ ഹെഡ് താഴ്ത്തി. ആൻഡ് സെഡ്, എന്നിട്ട് പറഞ്ഞു. ഫോർഗിവ് മീ, പൊറുക്കൂ, ക്ഷമിക്കൂ എന്നോട്. യുവർ ഹൈനസ്, രാജാവേ. ഫോർഗിവ് മീ, എന്നോട് ക്ഷമിക്കൂ. യുവർ ഹൈനസ്, രാജാവേ. ഐ ട്രൈഡ് മൈ ബെസ്റ്റ്, ഞാൻ പരമാവധി ശ്രമിച്ചു. ഐ ട്രൈഡ് മൈ ബെസ്റ്റ്, ഞാൻ
എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു. ട്രൈഡ് മൈ ബെസ്റ്റ് ഒരു നല്ലൊരു പ്രയോഗമാണ് അല്ലേ? എന്തെങ്കിലും ചെയ്യുമ്പോൾ ഐ ട്രൈ മൈ ബെസ്റ്റ് ടു സ്കോർ മോർ മാർക്ക് ഇൻ എക്സാം. ഞാൻ കഴിവിൻ്റെ പരമാവധി പരീക്ഷയിൽ കുറേ മാർക്ക് മേടിക്കാൻ ശ്രമിച്ചു. ഐ ട്രൈഡ് മൈ ബെസ്റ്റ് അല്ലേ? ഞാൻ പരമാവധി ശ്രമിച്ചു. അതിന് ഒരു പ്രയോഗമാണ് അല്ലേ? ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ടു ഗ്രോ ദ സീഡ്. രാജാവേ, ഞാൻ ഈ വിത്ത് മുളപ്പിക്കാൻ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു. ഐ ഹാവ് ദ ബെസ്റ്റ് സോയിൽ. ഐ ഗേവ് ദ ബെസ്റ്റ് സോയിൽ. ഞാൻ നല്ല മണ്ണ് നൽകി. ആൻഡ് മെന്യൂ ടു ഇറ്റ്. നല്ല വളവും നൽകി ഈ വിത്തിന് അല്ലേ? ബട്ട് ദ സീഡ് ഡിഡ് നോട്ട് ഗ്രോ. പക്ഷേ ഈ വിത്ത് മുളച്ചില്ല. എ സ്മൈൽ അപ്പിയർ ഓൺ കിങ്സ് ഫേസ്. അപ്പോൾ രാജാവിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി അപ്പിയേർഡ്, പ്രത്യക്ഷപ്പെട്ടു അല്ലേ? വൈ ഡിഡ് പിംഗല ഹോൾഡ് ഹിസ് ഹെഡ് ഡൗൺ? വൈ ഡിഡ് ദ കിങ് സ്മൈൽ? എന്തുകൊണ്ടാണ് പിംഗല തൻ്റെ തല താഴ്ത്തിയത്? എന്തുകൊണ്ടാണ് രാജാവ് ചിരിച്ചത്? ദ പ്രിൻസ്, രാജകുമാരൻ. ദ പ്രിൻസ് എന്ന് പറഞ്ഞാൽ രാജകുമാരൻ. അടുത്തൊരു പാടാണല്ലേ? രാജകുമാരൻ. ഹി ഹഗ് ദ പിംഗല. ഹഗ് പിംഗല. പിംഗലയെ കെട്ടിപ്പിടിച്ചു, ഹഗ് ചെയ്തു അല്ലേ? ആൻഡ് അനൗൺസ്, എന്നിട്ട് പ്രഖ്യാപിച്ചു, ഹിയർ ഈസ് ദ ക്രൗൺ പ്രിൻസ്. ഇവിടെയാണ് കിരീടാവകാശിയായ രാജകുമാരൻ. ഇതാ. ഐ ഹാഡ് ഗിവൺ എവ്രി വൺ. ഞാൻ എല്ലാവർക്കും നൽകിയിട്ടുണ്ടായിരുന്നു. റോസ്റ്റഡ് സീഡ്സ് ആണ് അല്ലേ? റോസ്റ്റഡ് സീഡ്സ് വിച്ച് വുഡ് നെവർ ഗ്രോ. ഒരിക്കലും വറുത്ത വിത്ത് മുളയ്ക്കില്ല. ഞാൻ എല്ലാവർക്കും നൽകിയത് ഐ ഹാഡ് ഗിവൺ എവരി വൺ. ഞാൻ എല്ലാവർക്കും നൽകിയിട്ടുണ്ടായിരുന്നു. റോസ്റ്റഡ് സീഡ്സ്, വറുത്ത വിത്തായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. വിച്ച് വുഡ് നെവർ ഗ്രോ, അതൊരിക്കലും മുളയ്ക്കില്ല. ഓൺലി ദിസ് ബോയ് ഈസ് ഓണസ്റ്റ്. ഈ കുട്ടി മാത്രമാണ് സത്യസന്ധൻ. ഓണസ്റ്റ് എന്ന് പറയും സത്യസന്ധൻ. ഐ എം ഷുവർ, എനിക്ക് ഉറപ്പാണ്, വൺ ഡേ, ഒരു ദിവസം, ഹി വിൽ റൂൾ ദിസ് കിങ്ഡം ജസ്റ്റ്ലി. ഒരു ദിവസം ഹി വിൽ റൂൾ ദിസ് കിങ്ഡം, ഈ രാജ്യം ഇവൻ ഭരിക്കും. ജസ്റ്റ്ലി, നീതിപൂർവമായിട്ട്. ജസ്റ്റ്ലി ഓക്കെ, നീതിപൂർവമായിട്ട്. രാജാവ് പിംഗലയെ തിരഞ്ഞെടുത്തു അല്ലേ? ദ കിങ് ഗേവ് റോസ്റ്റഡ് സീഡ്സ് ടു ദ ചിൽഡ്രൻ. രാജാവ് വറുത്ത വിത്ത് കുട്ടികൾക്ക് നൽകി. യെറ്റ് ദേ കെയിം അപ്പ് വിത്ത് ഫ്ലവറി പ്ലാന്റ്സ്. എന്നിട്ടും അവർ പൂക്കളുള്ള ചെടികളുമായിട്ടാണ് വന്നത്. ഹൗ ഡിഡ് ദേ ഗ്രോ ദ പ്ലാന്റ്സ്. എങ്ങനെയാണ് അവർ ചെടികളെ മുളപ്പിച്ചത്? ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഹാവ് യു എവർ സോൺ എ സീഡ്. നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ഒരു വിത്ത് വിതറിയിട്ടുണ്ടോ, പാകിയിട്ടുണ്ടോ? വാട്ട് തിങ്സ് ആർ നീഡഡ് ഫോർ ഗ്രോത്ത് എ സീഡ്. ഒരു വിത്തിൻ്റെ മുളക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമുള്ളത്? ലെറ്റ്സ് റീഡ് ദിസ് പോയം. നമുക്ക് ഈ പോയം ഒന്ന് വായിച്ചു നോക്കാം. അതിനടുത്ത ക്ലാസ്സിൽ നമുക്ക് വായിക്കാം. ഓക്കെ, അതുവരെ വായിച്ച് അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി നന്നായിട്ട് പാഠങ്ങളൊക്കെ ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ. ഓക്കെ, ബൈ.